ഹായ് ഓൾ, ഇന്ന് നമ്മൾ റോംബസിനെ പറ്റിയാണ് പഠിക്കുന്നത്. റോംബസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസ് ഓഫ് കൈറ്റ് ആണ്, വിച്ച് ഈസ് നോട്ട് എ പാരലോഗ്രാം. കൈറ്റ് പറയുന്നത് പാരലോഗ്രാം അല്ലല്ലോ. കൈറ്റ് എന്ന് പറയുന്നത് പാരലോഗ്രാം അല്ലാത്ത ഒരു ഫിഗറാണ്. റോംബസ് എന്ന് പറയുന്നതോ ഒരു സ്പെഷ്യൽ കേസ് ഓഫ് കൈറ്റ് ആണ്. റോംബസ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ വിത്ത് സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഇതാണ് നമ്മളുടെ റോംബസ് എന്ന് വിചാരിച്ചോളൂ. അപ്പം ഈ സൈഡും ഒക്കെ ഈക്വൽ ആണ്. റോംബസിന് കൈറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും, പാരലോഗ്രാമിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. ഡയഗണൽസ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മളുടെ റോംബസ്. അതിന് നമ്മൾ ഡയഗണൽസ് വരച്ചു. അപ്പം എ ബി സി ഡി ആണ് നമ്മളുടെ റോംബസ്. എ ബി സി ഡി ഈസ് റോംബസ്. അപ്പം നമുക്ക് എന്ത് പറയാം? എ സി പെർപെൻഡിക്കുലർ ടു ബി ഡി എന്ന് പറയാം. ഡയഗണൽസ് ആണ്. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ എന്നാണ് പറയുന്നത്. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇവിടെ എ ഒ ആണെങ്കിൽ എ ഒ ഈക്വൽ ടു സി ഒ എന്നും ബി ഒ ഈക്വൽ ടു ഡി ഒ എന്നും പറയാം. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞത്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈസ് ഇസ് റോംബസ്, ഫൈൻഡ് ബൈ എക്സ് വൈ സെഡ്, ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്സ്. ഇതാണ് നമ്മളുടെ റോംബസ്. അതിൽ സി ഒ എന്ന് പറയുന്നത് എത്രയാണ്? സി ഒ ഈക്വൽ ടു 12 സെന്റിമീറ്റർ. സി ഒ ഈക്വൽ ടു ഒ ആർ എന്ന് പറയാൻ പറ്റും നമുക്ക്. സി ഒ ഈക്വൽ ടു ഒ ആർ. കാരണം എന്താ? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സി ഒ ഈക്വൽ ടു 12 സെന്റിമീറ്റർ ഈക്വൽ ടു ഒ ആർ എന്ന് പറയാം. അപ്പോൾ ഒ ആർ കിട്ടി. ഒ ആർ എന്ന് പറയുന്നത് എന്താ? വൈ ആണ്. അടുത്ത നമുക്ക് എന്ത് പറയാം? എക്സിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒ ഐ ഈക്വൽ ടു ഒ ഇ എന്താ? കാരണം ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് പറയാം. ഒ ഇ എന്ന് പറയുന്നത് എന്താ? എക്സ് ആണ്. സെയിം റീസൺ. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ആർ ഐ, അതായത് സെഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ ആർ സ്ക്വയർ പ്ലസ് ഒ ഐ സ്ക്വയർ ആണ് സെഡ് എന്ന് പറയുന്നത്. ഇത് കാരണം എന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അത് റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ആകുമ്പോൾ ആർ ഐ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. കാരണം നമ്മൾ എന്ത് പറയും? ആർ ഒ ഐ ഈസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സിൻസ് ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. ഇത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. ജസ്റ്റിഫൈ യുവർ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. സെഡ് ഈക്വൽ ടു ഒ ആർ സ്ക്വയർ പ്ലസ് ഒ ഐ സ്ക്വയർ. സെഡ് ഈക്വൽ ടു ഒ ആർ സ്ക്വയർ എന്താ? ഒ ആർ എന്ന് പറയുന്നത് 12 സ്ക്വയർ പ്ലസ് ഒ ഐ സ്ക്വയർ എന്താ? 5 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 144 പ്ലസ് 25 എന്താണ്? റൂട്ട് ഓഫ് 169 ഈക്വൽ ടു 13 സെന്റിമീറ്റർ ആണ് നമ്മളുടെ സെഡ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് റെക്ടാംഗിളാണ് പഠിക്കുന്നത്. റെക്ടാംഗിൾ ഇസ് എ പാരലോഗ്രാം വിത്ത് ഈക്വൽ ആംഗിൾസ്. റെക്ടാംഗിൾ എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്. ഇതാണ് നമ്മുടെ റെക്ടാംഗിൾ. അതിൽ ആംഗിൾസ് ഒക്കെ ഈക്വലാണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഒക്കെ ഈക്വൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെക്ടാംഗിൾ ഇസ് എ പാരലോഗ്രാം ഇൻ വിച്ച് എവറി ആംഗിൾ ഇസ് എ റൈറ്റ് ആംഗിൾ. എല്ലാ ആംഗിളും നമുക്ക് എന്ത് പറയാം? റൈറ്റ് ആംഗിൾ ആണെന്ന് പറയാം. കാരണം എന്താ? ആംഗിൾസും പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 ഇൻറ്റു എക്സ് ഈക്വൽ ടു 360 എന്ന് പറയാം. ഒരു ക്വാഡ്രിലാറ്ററൽ റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് 4 ഇൻറ്റു എക്സ് ഈക്വൽ ടു 360 എന്ന് പറയാം. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് പറയാം? 360 ഡിവൈഡഡ് ബൈ 4 എന്താണ്? 90 ഡിഗ്രി. അതുകൊണ്ട് റെക്ടാംഗിൾ ഇസ് എ പാരലോഗ്രാം ഇൻ വിച്ച് എവറി ആംഗിൾ ഇസ് എ റൈറ്റ് ആംഗിൾ എന്നും നമുക്ക് പറയാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ഇപ്പോൾ റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഇതും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അത് രണ്ടും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഈ സൈഡും ഈക്വൽ ലെങ്ത് ആണ്. അപ്പം റെക്ടാംഗിൾ ഈസ് എ പാരലോഗ്രാം ഇൻ വിച്ച് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് എന്ന് പറയാം. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇത് നമ്മളുടെ ഡയഗണലാണ്, ഇതും നമ്മളുടെ ഡയഗണലാണ്. എ ബി സി ഡി. അതായത് ഇത് ഒ ആണെങ്കിൽ എ ഒ ഈക്വൽ ടു സി ഒയും ബി ഒ ഈക്വൽ ടു ഡി ഒ എന്ന് നമുക്ക് പറയാം.
ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആയതുകൊണ്ട് AO ഈക്വൽ ടു CO എന്നും DO ഈക്വൽ ടു BO എന്നും നമുക്ക് പറയാൻ പറ്റും. ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? AC ഈക്വൽ ടു BD. AC എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ഡയഗണൽസ് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാതും ഈക്വൽ ആണ്. AO ഈക്വൽ ടു CO ഈക്വൽ ടു BO ഈക്വൽ ടു DO എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RE and D is a rectangle. Its diagonals meet at O. Find x if OR equal to 2x plus 4 and OT equal to 6x plus 1 എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? Given OR equal to എന്താ? 2x plus 4. OR equal to 2x plus 4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? RN equal to എന്ത് പറയാം? 2 into 2x plus 4 എന്ന് പറയാം. കാരണം ഡയഗണൽസ് bisect each other. അത് കാരണം നമുക്കത് ഡബിൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് എന്ത് പറയാം? 4x plus 8 ആണെന്ന് പറയാം. അതേപോലെ നമുക്ക് എന്ത് പറയാം? Given OT equal to 3x plus 1. OT equal to 3x plus 1 ആണെങ്കിൽ OT എന്ന് പറയുന്നത് 3x plus 1 ആണ്. TE എന്ന് പറയാം 2 into 3x plus 1. അതും സെയിം റീസൺ എന്താണ്? 6x plus 2 ആണ്. പിന്നെ നമുക്ക് എന്ത് പറയാം? രണ്ട് ഡയഗണലും ഈക്വൽ ആണ്. ഡയഗണൽസ് ഒക്കെ ഈക്വൽ ലെങ്ത് ആണെങ്കിൽ RN equal to TE. Diagonals of a rectangle are of equal lengths. RN equal to TE എന്ന് പറയാം. അതായത് 4x plus 8 equal to 6x plus 2 എന്ന് പറയാം. 4xന്റെ അപ്പുറത്തേക്കും 2ന്റെ ഇപ്പുറത്തേക്കും എടുക്കുക. അപ്പം 8 minus 2 equal to 6x minus 4x. 6x minus 4x എന്ന് പറഞ്ഞാൽ എത്രയാ? 2x. 8 minus 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? x ഈക്വൽ ടു 6/2 എന്താണ്? 3 ആണ്. നമ്മളോട് ഫൈൻഡ് എക്സ് ആണ് പറഞ്ഞത്. എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എക്സ് എന്ന് പറയുന്നത് 3 ആയി. അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ കേസ് നോക്കാം. സ്ക്വയർ ഈസ് എ റെക്ടാങ്കിൾ വിത്ത് ഈക്വൽ സൈഡ്സ്. സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്, വിത്ത് എല്ലാ സൈഡ്സും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്വയറിന് റെക്ടാങ്കിളിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ ഒരു അഡീഷണൽ റിക്വയർമെന്റ് ഉണ്ട്. എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആവണം. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. സ്ക്വയറിന് റെക്ടാങ്കിളിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. റെക്ടാങ്കിളിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ സ്ക്വയറിനും ഉണ്ടാവും. പിന്നെ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും ചെയ്യും. ഇൻ എ സ്ക്വയർ ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതേപോലെ ഇൻ എ സ്ക്വയർ ദ ഡയഗണൽസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അത് നമുക്ക് റെക്ടാങ്കിളിന്റെ കേസിൽ അറിയാം. ഡയഗണൽസ് എല്ലാം ഈക്വൽ ലെങ്ത്തിലാണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇൻ എ സ്ക്വയർ ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ടു വൺ അനദർ. ഈ രണ്ട് കാര്യത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ.